ഇതിൽ കേൾക്കണം. വി ആർ നോട്ട് പേഴ്സണലി പോയിന്റിങ് ഔട്ട്. ഞങ്ങൾ അതെ അബ്ദുൽ ലത്തീഫ് ഒന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ആരെയും പേഴ്സണൽ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അജ്ഞതയെ തുറന്നു കാണിക്കാനോ ഒന്നുമല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് ആകെ കൂടി അറിയാവുന്നത്, ഞാനിപ്പോൾ ഇത് പറയുന്നില്ല, നിങ്ങൾക്ക് ആകെ കൂടി അറിയാവുന്നത് അള്ളാഹു ഒരൊറ്റ ദൈവമാണ്, അള്ളാഹു ഒന്നാണ്, മുഹമ്മദ് മാനവരിൽ മഹോന്നതനായിട്ടുള്ള പ്രവാചകനാണ്. ഇതിനപ്പുറത്തോട്ട് നിങ്ങൾക്കറിയില്ല. ബാക്കി നിങ്ങൾക്കറിയാവുന്നത് മുഴുവൻ ക്രിസ്ത്യാനികൾ ശരിയല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? തൃത്ത ശരിയല്ല. തൗഹീദ് എന്നാൽ എന്താണ്? തൃത്ത ശരിയല്ല. ഇത്രേ പറയാൻ നിങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഈടോണ്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒരു ലൈൻ പറയാൻ അറിയാൻ പാടില്ല. ഞാനിവിടെ തലോടി ഒരു പ്രാവശ്യം വലിയ വെല്ലുവിളി നടത്തിയിട്ട് ഞാനിവിടെ റൂമിൽ, ഞാൻ ഈ ഉസ്മാനോട് ഒരു ദിവസം ഈവനിങ് റൂം ഇട്ടിട്ട് ഞങ്ങൾ ശരിയാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൗഹീദ് പറയിപ്പിക്കാനായിട്ട് തലോടി സ്ട്രഗിൾ ചെയ്യുന്ന കണ്ട അവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ല. പക്ഷേ നിങ്ങളുടെ ബുക്കിലുള്ളത് നിങ്ങൾ എഴുതിയത് വിശ്വസിക്കൂ? ഇപ്പോൾ ഇല്ല. നിങ്ങൾ എന്ത് പറയും? പണ്ഡിതന്മാരെ റിലേ ചെയ്യും. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത് ഇപ്പോൾ വിശ്വസിക്കോ? ഇല്ല. പണ്ഡിതന്മാർ പറയുന്നത് ഇപ്പോൾ തള്ളും. പ്രിയ മുസ്ലിങ്ങളെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ കലാമായ, ഇപ്പം ആൾക്കാരായോ എക്യുബെ? മറ്റേ റൂം ക്ലോസ് ആയി. അള്ളാഹുവിൻ്റെ കലാമായ, അതിനു മുമ്പ് അബ്ദുൽ ലത്തീഫിലോട്ടൊന്ന് പോണതിന് മുമ്പ് അബ്ദുൽ ലത്തീഫൊക്കെ ഇന്നലെ സംസാരിച്ചാണ്. ഈ അബ്ദുൽ ലത്തീഫിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അബ്ദുൽ ലത്തീഫ് നമ്മൾ എത്ര കുഴക്കുന്ന സോറി ന്യൂക്ലിയർ ബ്രദറെ, ഒന്ന് ഇത് ചെയ്യും. അതായത് ചെറിയൊരു പ്രസന്റേഷൻ നടത്തിയിട്ട് പിന്നെ ചർച്ചയിലേക്ക് പോകുന്നതല്ലേ നല്ലത്. അപ്പൊ അവർക്ക് ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇവരുടെ വിശ്വാസം എന്താണ്? മുസ്ലിങ്ങളുടെ വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമായ ഖുറാൻ അൺക്രിയേറ്റഡ് ആണ്. മനസ്സിലായോ? അള്ളാഹുവിൻ്റെ കലാമായ ഖുറാൻ അൺക്രിയേറ്റഡ് ആണ്, അത് സൃഷ്ടിയല്ല എന്നാണ് ഇവരുടെ വിശ്വാസം. ഇത് പല മുസ്ലിങ്ങൾക്കും ക്ലബ് ഹൗസിൽ അറിയാൻ പാടില്ല. മനസ്സിലായോ? പല മുസ്ലിങ്ങളോടും നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് പറയും? ആ ഖുറാൻ സൃഷ്ടിയാണ്. ഞാൻ തന്നെ വണ്ടർ ചെയ്തു പോയി. കാരണം ഇവർ പലരും പറയുന്നത് ഖുറാൻ സൃഷ്ടിയാണെന്നാണ്. മനസ്സിലായോ? ഇത് എത്ര വലിയ ഈ മുത്താസലി എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. ഞാൻ ഈ പേര് തന്നെ ഇട്ടിട്ടുണ്ട്. മുസ്ലിങ്ങളെല്ലാം ക്ലബ് ഹൗസിലെ മുത്താസലികളായോ എന്ന് ചോദിക്കാൻ തന്നെ കാരണം, ഈ മുത്താസലൈറ്റ്സിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഖുറാൻ സൃഷ്ടിയാണ് എന്ന് വാദിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇവരതിനുള്ള ഖുറാനായത്തും ഉണ്ട്. ഇവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവരുടെ വാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഖുറാനായത്തും ഹദീസൊക്കെ ഇവർ കൊണ്ടിരുന്നു. ഇവർ ഉന്നയിച്ച, മുസ്ലിങ്ങളായ മുത്താസലികൾ ഉന്നയിച്ച മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഖുറാൻ അൺക്രിയേറ്റഡ് ആണ്, ഖുറാൻ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസാ നബിയെയും അത് പറയേണ്ടി വരും. മനസ്സിലായോ? ഇവരിവിടെ ഈസാ നബി മറ്റേ ചെളിയാണ്, കാലാണ്, മറ്റേ സൃഷ്ടിച്ചാണ്, തലകുത്തി പറഞ്ഞെന്നൊക്കെ പറയേണ്ടി വരും. അതൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാൻ കോൺട്രഡിക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഇവർക്കറിയില്ല. പക്ഷേ ഈ മുത്താസലികളുടെ വാദം എന്തായിരുന്നു എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പണ്ഡിതന്മാർ തന്നെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. സുന്നികളാണ് ഇവരെ ഡിസ്ട്രോയ് ചെയ്തത്, മുത്താസലികളെ ഡിസ്ട്രോയ് ചെയ്തത് സുന്നികളാണ്. ഇത് ഇവർ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ്. സാബിത്ത് ഉസ്താദ് ഇവരുടെ റൂമിൽ വ്യക്തമായിട്ട് സാബിത്ത് ഉസ്താദിൻ്റെ ശിഷ്യന്മാരെ, നമ്മുടെ ശിഷ്യന്മാരായിട്ടുള്ള നമ്മുടെ ഫിഗിനെയും റഷീദിക്കയൊക്കെ മറ്റേ ബോധവൽക്കരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പുറത്ത് പോയിട്ട് ഖുറാൻ്റെ കാര്യം, ഖുറാൻ സൃഷ്ടിയാണോ അല്ലേ എന്ന് സംസാരിക്കുമ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. കാരണം എന്താണ്? ഈ കാര്യത്തിൽ ഒത്തിരി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. സാബിത്ത് പറഞ്ഞ ഓഡിയോ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കേൾപ്പിക്കാം. അത് ഞാൻ സാബിത്ത് ഇവിടെ ഒരായിക്കോടി ഈ സാധനം സാബിത്ത് പറയാ, ഇത് പലരും കൊല്ലപ്പെട്ട വിഷയമാണ്. ഇക്കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതീവ ശ്രദ്ധ വേണ്ട വിഷയമാണ്. കാരണം എന്താണ്? മുത്താസലികളെ ഇവന്മാർ ഡിസ്ട്രോയ് ചെയ്തതാണ്. കാരണം എന്താണ്? അവരുടെ വാദം ഖുറാൻ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഈസാ നബിയെ ദൈവമാക്കേണ്ടി വരും. ഖുറാൻ്റെ സ്ഥാനത്ത് ഈസാ നബീനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈസാ നബിയും ഖുറാനും രണ്ടും എറ്റേണൽ ബീയിങ് ആയിട്ട് അവിടെ നിൽക്കും. ഈ അപകടം മനസ്സിലായതുകൊണ്ട് മുത്താസലികൾ പറഞ്ഞു. അതൊക്കെ 9-ാം നൂറ്റാണ്ട് 10-ാം നൂറ്റാണ്ടോടുകൂടി അവരുടെ പരിപാടി തീർന്നു. ഇപ്പം 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ ക്ലബ് ഹൗസിലുള്ള മുസ്ലിങ്ങൾ വന്നിട്ട് എന്താ പറയുന്നത്? ഇവർ വന്ന് പറയുന്നത്, മുസ്ലിങ്ങൾ 20-ാം നൂറ്റാണ്ടിലും വന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഈ ഖുറാൻ സൃഷ്ടിയാണെന്ന് പറയുന്നു. കൂടാതെ ക്രിസ്ത്യൻ തിയോളജി, ക്രിസ്ത്യാനികൾ പറയുന്നത് എന്താണോ അത് തന്നെ ഈ ഇസ്ലാമിക് അക്കാഡമി എന്ന് പറഞ്ഞുകൊണ്ട് റൂം ഇട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പറയുന്നത് കാണാം. നമ്മൾ ക്രിസ്ത്യാനികൾ എന്താണോ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇവന്മാർ നമ്മുടെ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തു തുടങ്ങി. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല.
നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ സഹോദരനായ ഫിഗിൻ്റെ വോയിസ് ഞാൻ കേൾപ്പിക്കാം. ഫിഗ് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ ഒന്ന് വായിക്കുക. ഫിഗ് നമ്മൾ ഈ സുവിശേഷത്തിലുള്ള അതേ കാര്യമല്ലേ ഫിഗ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് കേട്ടോ. സാബിദ് ഉസ്താദിൻ്റെ റൈറ്റ് ഹാൻഡും ഇസ്ലാമിക് അക്കാഡമിയുടെ ചാൻസലറുമായ ഡെയിലി ഇസ്ലാമിക വിഷയങ്ങളെക്കുറിച്ച് ഗാണ്ടം മണിക്കൂറുകൾ സമയത്ത് ക്ലാസ് എടുക്കുന്ന വ്യക്തികളാണ് ഈ പറയുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ മറ്റുള്ളവരുടെ കാര്യം. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുന്നത് ഇതൊന്ന് കേട്ടോ. എന്നെയാണ് ദൈവത്തിന്റെ സിഫത്ത്, ഇറ്റ്സ് ഐഡന്റിക്കൽ എന്ന് പറയുകയാണെങ്കിൽ എന്നെയാണ് ദൈവത്തിന്റെ സിഫത്ത്, ഇറ്റ്സ് ഐഡന്റിക്കൽ എന്ന് പറയുകയാണെങ്കിൽ എന്തായി? ദൈവത്തിന്റെ വചനം തന്നെയാണ് ദൈവം, ദൈവത്തിന്റെ വചനം തന്നെയാണ് ദൈവം. അപ്പൊ എന്തായി? ദൈവത്തിന്റെ വചനം ദൈവമാണെന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ വാദം അവിടെ ശരിയാവും. മനസ്സിലായോ? പ്രശ്നം മനസ്സിലായോ? അല്ല, ദൈവത്തിന്റെ വചനം എന്നത് ദൈവമാണെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വചനം ദൈവത്തിന്റെ വചനം ദൈവമാണെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നാ പറഞ്ഞേ ഫിഗ്. മനസ്സിലായോ? വചനം ദൈവമാണെന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് യു പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട്. എനിക്കറിയില്ല. ഓക്കെ, അപ്പോ ദൈവത്തിന്റെ വചനം ദൈവമാണ് എന്ന് പറയുന്നതിൽ പ്രശ്നമില്ല എന്നാണ് ഫിഗ് പറയുന്നത്. ശരിയല്ലേ ന്യൂക്ലിയറെ? എക്സാക്ട്ലി. ഇതൊന്നുകൂടി കേൾക്കൂ. കേൾക്കൂ. ദാത്തും സിഫത്തും ഒന്നാണെന്നാണ് ഫിഗ് പറയുന്നത് കേട്ടോ. അത് കേൾക്കൂ. ഇതൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് ഒന്നുകൂടി കേൾക്കൂ. എടാ, ക്രിസ്ത്യാനികൾ ഇത് പറയുമ്പോൾ ഇത് പറ്റില്ല. ഇതാണ് അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ ട്രിനിറ്റി വേഴ്സസ് തൗഹീദ് ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫൈസൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉസ്താദ് കാസിം, എന്തോ ഒരു പട്ടമുള്ളൊരു പുള്ളിയാണ്. പുള്ളി ഡിബേറ്റ് ചെയ്യാനായിട്ട് ഡിബേറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വന്നിട്ട് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ട്രിനിറ്റി വിശ്വസിക്കുന്നതിൽ തെറ്റില്ലാന്ന്. മനുഷ്യനായി വന്നു എന്ന് പറയുന്നതിൽ മാത്രമേ ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉള്ളൂ. ഇവന്മാർ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? 1+1+1+. ആ ഡിബേറ്റിന് വന്ന ഡിബേറ്റർ പറയാ, ഉസ്താദ് പറയാ ട്രിനിറ്റി വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അതിൽ തെറ്റ് പറയാൻ പറ്റില്ല എന്ന്. ഉസ്താദ് പറഞ്ഞു. ഇവന്മാർ കേട്ടല്ലേ? ഇവന്മാർ പോയി കേട്ടതല്ലേ ട്രിനിറ്റി വിശ്വസിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത്. നോക്ക്, ഒന്നുകൂടി കേട്ടോ. ഫിഗർ തന്നെയാണ് ദൈവത്തിന്റെ സിഫത്ത്, ഇറ്റ്സ് ഐഡന്റിക്കൽ എന്ന് പറയുകയാണെങ്കിൽ എന്തായി? ദൈവത്തിന്റെ വചനം തന്നെയാണ് ദൈവം, ദൈവത്തിന്റെ വചനം തന്നെയാണ് ദൈവം. അപ്പൊ എന്തായി? ദൈവത്തിന്റെ വചനം ദൈവമാണെന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ വാദം അവിടെ ശരിയാവും. മനസ്സിലായോ? പ്രശ്നം മനസ്സിലായോ? അല്ല, ദൈവത്തിന്റെ വചനം എന്നത് ദൈവമാണെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇത് ഫിഗ് ഞാൻ പറഞ്ഞ ഫിഗ് ക്രിസ്ത്യാനിറ്റിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഫിഗേ, മനസ്സിലായോ? ദൈവത്തിൻ്റെ വചനം ദൈവമാണെങ്കിൽ നീ കുറേയൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. മനസ്സിലായോ? ഇനിയിപ്പോൾ അധികം ദൂരമൊന്നുമില്ല. ഇനി പുറകിലോട്ട് നടക്കാതിരുന്നാൽ മതി ആ പുകവാദം കേട്ടിട്ട്. ഇനി ഇത് കഴിഞ്ഞില്ല, ഫിഗ് അടുത്ത് പറയണ നോക്കിക്കോ. അതൊന്ന് മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് അതൊന്നുകൂടി സ്പെഷ്യൽ റിക്വസ്റ്റ് ന്യൂക്ലിയർ, പറയൂ. സ്പെഷ്യൽ റിക്വസ്റ്റ് അതൊന്നുകൂടി ഒന്ന് പ്ലേ ചെയ്തേരെ. ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ ന്യൂക്ലിയറെ. സോറി ദൈവത്തിന്റെ സിഫത്ത്, ഇറ്റ്സ് ഐഡന്റിക്കൽ എന്ന് പറയുകയാണെങ്കിൽ എന്തായി? ദൈവത്തിന്റെ വചനം തന്നെയാണ് ദൈവം, ദൈവത്തിന്റെ വചനം തന്നെയാണ് ദൈവം. അപ്പൊ എന്തായി? ദൈവത്തിന്റെ വചനം ദൈവമാണെന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ വാദം അവിടെ ശരിയാവും. മനസ്സിലായോ? പ്രശ്നം മനസ്സിലായോ? അല്ല, ദൈവത്തിന്റെ വചനം എന്നത് ദൈവമാണെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വചനം ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങള്? ദൈവത്തിന്റെ വചനം ദൈവമാണ് എന്ന് പറയുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നാ ഫിഗ് പറഞ്ഞേ. കേട്ടില്ലേ ക്യൂബേ? കേട്ടു. ഇനി കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, ഇനി അടുത്തത് കേട്ടോ. ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞോ? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പറയാം. വചനം ഉദ്ദേശിക്കുന്നത് കലാമാണോ, സംസാരമാണോ ഉദ്ദേശിക്കണേ? അത് തന്നെ, അത് എടുക്കാം നമുക്ക്. അത് എടുക്കാം. അല്ല, അത് തന്നെയാണോ? അങ്ങനെ ഇനി ഒരു വാദത്തിന് വേണ്ടി അങ്ങനെ ആക്കണ്ട, അങ്ങനെ തന്നെയാണോ? അല്ല, നമുക്കിപ്പോ നമുക്ക് കോൺവെർസേഷൻ നടത്തണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ എഗ്രി ചെയ്തിട്ട് വേണ്ട. അപ്പൊ നിങ്ങൾ അത് പറഞ്ഞോ. അപ്പം ദൈവത്തിന്റെ കലാം എന്നുള്ള രീതിയിൽ ദൈവത്തിന്റെ വചനത്തെ കാണാം. അങ്ങനെ നമുക്ക് എടുക്കാം. അങ്ങനെ എടുത്തോ, പറഞ്ഞോ. അല്ല, ദൈവത്തിന്റെ കലാം എന്നത് ദൈവത്തിന്റെ എസൻസ് തന്നെയാണ്. അത് അനാദിയാണ്. അതിനകത്ത് എന്താ എനിക്ക് മനസ്സിലാവുള്ളൂ, എന്താ സംശയമുള്ളത്? അയ്യോ ഫിഗ്, എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഫിഗ് ഇത് ഒന്നോട് പോയി പഠിക്കുകയും ഇത് ടോട്ടലി അഗെയിൻസ്റ്റ് അശാരി തിയോളജിയാണ്. അത് കുഴപ്പമില്ല. ദൈവത്തിന്റെ വചനം ഫിഗ് പറഞ്ഞത് ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ വചനം
ദൈവത്തിൻ്റെ എസൻസ് തന്നെയാണ്. അതിൽ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായോ? ഇത് ക്രിസ്ത്യൻ തിയോളജിയാണ് ഈ പുള്ളി പറയുന്നത്. അഷാരികൾ വിശ്വസിക്കുന്ന, സുന്നികൾ വിശ്വസിക്കുന്ന അഷാരി അക്കീദ പ്രകാരം ഇവൻ പുറത്തായി. ഇവർ വിശ്വസിക്കുന്നത് ദാത്തും സിഫത്തും രണ്ടും രണ്ടാണ്, ഒരു ബന്ധവുമില്ല. ദാത്ത് സിഫത്തുമായിട്ട് ഒരു ബന്ധവുമില്ല. ദാത്ത് എന്ന് പറഞ്ഞാൽ സത്ത, സിഫത്ത് എന്ന് പറഞ്ഞാൽ ഇവന്മാർ സിഫത്ത് എന്താണെന്ന് ഇവർക്ക് ബേസിക്കലി അറിയാൻ പാടില്ല. ഇവർ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഈ അള്ളാഹുവിൻ്റെ വചന ആട്രിബ്യൂട്ടാണെന്ന് ഇവന്മാർ പറയണേ. ഈ ആട്രിബ്യൂട്ട്സും സത്തയും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. പക്ഷേ ഫിഗ് പറഞ്ഞത് എന്താ അറിയാമോ? ഇത് രണ്ടും ഒന്നാണ്. ഏത്? വചനവും ദൈവവും ഒന്നാണ് എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ അള്ളാഹുവിൻ്റെ വചനവും അള്ളാഹുവും ദേ ആർ നോട്ട് സെപ്പറേറ്റ്, ദേ ആർ സെയിം എന്നാണ് ഇവർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി യോഹന്നാൻ നിങ്ങളൊന്ന് നോക്കിയേ. ഈ ഫിഗ് പറയണ ഇത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം. ഇനി ആ യോഹന്നാന്റെ സുവിശേഷം ഒന്ന് വായിക്കാം. നമ്മളിപ്പോൾ ഈ ബൈബിൾ എടുത്ത് ഇവന്മാർക്കൊന്ന് വായിച്ചു കൊടുക്കതേ. ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുകയാണ്. ഫിഗ് പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം വായിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. മനസ്സിലായോ? ഇവിടെ വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞ ഭാഗത്ത് ആ ഫിഗിന്റെ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാവോ പ്ലീസ്? അതിനുള്ള സാധ്യതയുണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു രസം എന്തായി ദൈവത്തിന്റെ വചനം ദൈവമാണെന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ വാദം അവിടെ ശരിയാവും. ഞാൻ ഒന്നുകൂടി ഒന്ന് വായിക്കാം. സുവിശേഷം വായിച്ചിട്ട് അപ്പം തന്നെ അത് കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഫിഗേ ഒന്ന് പറഞ്ഞേ. മനസ്സിലായോ? പ്രശ്നം മനസ്സിലായോ? അല്ല, ദൈവത്തിന്റെ വചനം എന്നത് ദൈവമാണെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. വചനം ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ വചനം ദൈവമാണെന്ന് പറയണതിൽ എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് ഉത്തരം ആര് കൊടുക്കും? മുസ്ലിങ്ങൾ കൊടുക്കുവോ, ക്രൈസ്തവർ കൊടുക്കുവോ? മനസ്സിലായോ? നമ്മുടെ പയ്യനാ. വെറുതെ ആണോ ഇവനെ നബിയിൽ വെറുതെ പുറകെ പോയി പിടിക്കണേ? മനസ്സിലായോ? ഇനി ഇത് നോക്കിക്കോ. ഇനി അടുത്തത് ദൈവത്തിന്റെ സത്ത തന്നെയാണ് വചനം എന്ന് പറയുന്നത് കേട്ടോ. പറഞ്ഞോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പറയാം. വചനം കലാമാണോ, സംസാരമാണോ ഉദ്ദേശിക്കണേ? അത് തന്നെ. അത് എടുക്കാം നമുക്ക്. അത് എടുക്കാം. അല്ല, അത് തന്നെയാണോ? അങ്ങനെ ഇനി ഒരു വാദത്തിന് വേണ്ടി അങ്ങനെ ആക്കണ്ട, അങ്ങനെ തന്നെയാണോ? അല്ല, നമുക്ക് കോൺവെർസേഷൻ നടത്തണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ എഗ്രി ചെയ്തിട്ട് വേണ്ട. അപ്പൊ നിങ്ങൾ അത് പറഞ്ഞോ. അപ്പം ദൈവത്തിന്റെ കലാം എന്നുള്ള രീതിയിൽ ദൈവത്തിന്റെ വചനത്തെ കാണാം. അങ്ങനെ നമുക്ക് എടുക്കാം. അങ്ങനെ എടുത്തോ, പറഞ്ഞോ. അല്ല, ദൈവത്തിന്റെ കലാം എന്നത് ദൈവത്തിന്റെ എസൻസ് തന്നെയാണ്, അത് അനാദിയാണ്. ദൈവത്തിന്റെ കലാം എന്ന് പറയുന്നത് ദൈവത്തിന്റെ എസൻസ് തന്നെയാണ്, അത് അനാദിയാണ്. ദൈവത്തിന്റെ കലാം എന്ന് പറഞ്ഞാൽ അറബിക്കിൽ ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എസൻസ് സത്ത തന്നെയാണ്, അത് അനാദിയാണ്. സോ ഈസാ നബി ഈസ് എറ്റേണൽ എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ക്രിസ്ത്യാനികൾ എന്താ പറയുന്നത്? വചനവും ദൈവവും രണ്ടും രണ്ടല്ല, ഒന്നാണെന്നാണ് പറയുമ്പോൾ. അപ്പം എന്താ പറയണേ? ദൈവവും വചനവും ഒന്നാണെന്ന് പറയുമ്പോൾ ഇവന്മാരെന്ത് പറയും? യെസ്. ഈ ഫിഗ് പറയുന്നത് യെസ്, നമ്മൾ വിശ്വസിക്കുന്ന ട്രിനിറ്റി ശരിയാണ്. ഇങ്ങനെ പറയാം. യേശു ക്രിസ്തു എവിടെയാണ് ദൈവം എന്ന് പറഞ്ഞേക്കണത്? ഇങ്ങനെ തന്നെ കാണിക്കൂ. ഞാൻ എഴുതിയേക്കണം ടൈംസ് ന്യൂ റോമനിൽ എഴുതിയേക്കുന്ന കാണിക്കൂ, അല്ലെങ്കിൽ കാൽബറിയിൽ എഴുതിയേക്കണ കാണിക്കൂ, അല്ലെങ്കിൽ ഇറ്റാലിക്കിൽ എഴുതിയേക്കുന്ന കാണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന മുസ്ലിങ്ങളെ നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, ദൈവത്തിൻ്റെ വചനം ദൈവമാണ് എന്ന് ഫിഗ് പറയുന്നു. മനസ്സിലായോ? ദൈവവചനം ദൈവമാണ് എന്ന് ഫിഗ് ഇവിടെ പറയുമ്പോൾ ഇത് രണ്ടും ഒന്നാണ്. സത്തയിൽ ഇത് രണ്ടും, വചനവും ദൈവവും ഒന്നാണ് എന്ന് പറയുന്നത് സാധാരണക്കാരനായ മുസാഫിറിൻ്റെ റൂമിലെ തെറിയന്മാരായിട്ടുള്ള ആൾക്കാരല്ല. സാബിത്ത് ഉസ്താദിൻ്റെ സുന്നി വോയിസിൻ്റെ റൂമിൽ മോഡായിട്ടിരിക്കുന്ന ഇസ്ലാമിക് അക്കാഡമി എന്ന് പറഞ്ഞ ഇസ്ലാമിക വിഷയങ്ങൾ മണിക്കൂറുകളോളം റൂമെടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്ത്യൻ തിയോളജിയാണ് സംസാരിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും നാൾ ഇവന്മാർ ചോദിച്ചുകൊണ്ടിരുന്ന 1+1+1 എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ പോയിക്കൊണ്ടിരുന്നത്? ഇപ്പോൾ ഈ 1+ ഒക്കെ പോയത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ തൗഹീദ് അസ്മാവൽ സിഫത്ത് എടുത്ത് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവന്മാരുടെ കയ്യിലെ അപകടം മനസ്സിലായത്. 1+ ഇടാൻ പറ്റില്ല, അങ്ങനെ പ്ലസ് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ അവന്മാർ പ്ലസ് ഇട്ടാൽ 99+ ആകും. മനസ്സിലായോ? ഇനിയും തീർന്നില്ല.
ഈ മുസ്ലിങ്ങൾ പാവങ്ങൾ ഇവർക്കൊരു പ്രശ്നമുണ്ട്. ഇവർക്കറിയാൻ പാടില്ല. ഞാനിവിടെ ഈ മോളി പിൻ ചെയ്തേക്കണം, ഇനി എല്ലാവരും ഒന്ന് വായിച്ചേ. ഈ മോളി പിൻ ചെയ്തേക്കുന്നത് ഖുറാൻ അൺക്രിയേറ്റഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? ഖുറാൻ അൺക്രിയേറ്റഡ് ആണോ എന്നുള്ളത് ഇസ്ലാമിക് ഫത്വ വെബ്സൈറ്റിൽ കിടക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? I know that the Quran is one of the attributes of Allah, like His eye, His hand, and so on. And that is the word of Allah in a real sense that was sent down to the Prophet through Jibril, and that the Quran is not created. മനസ്സിലായോ? ഇതിൻ്റെ സമ്മറി, ഇതിൻ്റെ ആൻസറിൻ്റെ സമ്മറി ആണെന്ന് വായിക്കുന്നത്, ദ ഖുറാൻ ഇസ് ദ വേർഡ് ഓഫ് അള്ളാ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ക്രിയേറ്റഡ്. മനസ്സിലായോ? ഈ അള്ളാഹുവിൻ്റെ ഖുറാൻ, അള്ളാഹു പറയുന്ന അള്ളാഹുവിൻ്റെ വചനം ഇത് അൺക്രിയേറ്റഡ് ആണ് എന്ന് പറയുന്നത് ആരാണ്? ഇസ്ലാമിക ഫത്വ വെബ്സൈറ്റിലെ പണ്ഡിതന്മാർ. ഇത് മാത്രമല്ല കേട്ടോ, ടെക്സ്റ്റിൽ നിന്നൊക്കെ എടുത്ത് തരാം. ഇതിന് ചോദ്യം ഉത്തരം പറഞ്ഞേക്കണ ആരാണെന്നൊക്കെ ഇതിൻ്റെ താഴത്തുണ്ട്. ഇതിപ്പോഴും കിടപ്പുണ്ട്. ലിങ്കിൽ കയറി കഴിഞ്ഞോ. ഇനി ഇത് ക്രിസ്ത്യാനികളെ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കരുത്. അങ്ങനെയാണെങ്കിൽ നിന്റെ പുസ്തകം ഞാൻ കൊണ്ടുവരും. അല്ല, അതിനൊരു പണി ചെയ്യാം. നമുക്ക് എയർലി സ്കോളേഴ്സിനെ, ഇപ്പൊ ന്യൂക്ലിയർ പറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് എയർലി സ്കോളേഴ്സിനെ കോട്ട് ചെയ്യാം. ഇപ്പൊ ഫത്വ സൈറ്റിൽ നിന്നൊന്നും പോണ്ട, ഡയറക്റ്റ് ഇവരുടെ എയർലി സ്കോളേഴ്സിനെ കുറച്ച് പേരും കൂടെ. അല്ല, ഈ ബുക്കുകൾ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞേട്ടെ, ഇത് ഈ കാര്യങ്ങൾ മുഴുവൻ കോട്ട് ചെയ്തേക്കണ എവിടെ നിന്നാണെന്നറിയാമോ? ഈ ബുക്കുകളുടെ റെഫറൻസ് ഒക്കെ താഴെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്ക്. ഇത് ഇവർ ചുമ്മാ എടുത്ത് മറ്റേ ആകാശത്തു നിന്ന് എടുത്ത് മറ്റേ സാബിത്ത് ഉണ്ടാക്കണയൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫഹദും സാബിത്തൊക്കെ പറഞ്ഞുകൊണ്ട് ഖുറാനും ഇഞ്ചിലെന്നൊക്കെ പറഞ്ഞാൽ പുകയായിരുന്നു എന്നുള്ള ആ വാദമൊന്നുമല്ല. ഇന്ന ബുക്കുകൾ എന്നാണ് ഞങ്ങൾ ഈ പറയുന്നത്. അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ റെഫറൻസ് ഇട്ടിട്ടുണ്ട് അവിടെ. അള്ളാഹുവിൻ്റെ വചനം ഖുറാൻ അൺക്രിയേറ്റഡ് ആണ്. ഖുറാൻ ക്രിയേറ്റഡ് ആണോ എന്നൊരു ഒരു സാധാരണ ഇസ്ലാം വിശ്വാസി ചോദിച്ചപ്പോൾ ഫത്വ വെബ്സൈറ്റിലെ പണ്ഡിതന്മാർ പറയുകയാണ് ഖുറാൻ അൺക്രിയേറ്റഡ് ആണ് എന്ന്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി എക്യുപ്പ് പറഞ്ഞോ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി കുറച്ചുകൂടി ആഡ് ചെയ്യാനുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് നമുക്ക് പല ഓഡിയോയും കേൾപ്പിക്കാൻ പറ്റും. എങ്കിൽ പോലും ഇതിനകത്ത് ഇവരുടെ എയർലി സ്കോളേഴ്സ് കുറച്ച് പേര്, ഞാൻ കഴിഞ്ഞ ദിവസം ഈ കാര്യം പറഞ്ഞിരുന്നു, എങ്കിലും ഇത് വളരെ ചരിത്രപരമായിട്ട് ഇസ്ലാമിക ലോകത്തില് ചരിത്രപരമായിട്ട് വളരെ പരമപ്രാധാന്യമുള്ള മുസ്ലിം സ്കോളേഴ്സ് ആണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇമാം അഹമ്മദ് ബിൻ ഹൻബലിന്റെ, അദ്ദേഹം ഏകദേശം 855 കാലയളവിലാണ് താമസിച്ചത്. അതായത് ഇതെല്ലാം മുഹമ്മദിനോട് അടുത്തുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാ. മോഡേൺ സ്കോളേഴ്സ് അല്ല, ഇവരെല്ലാം ആദ്യകാല മുസ്ലിം സ്കോളേഴ്സ് ആണ്. അദ്ദേഹം പറയുന്നത്, കലിമത്തള്ളിയെ കുറിച്ച് പറയുന്നത്, അൺക്രിയേറ്റഡ് ആൻഡ് ഇറ്റേണൽ, 2 വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അൺക്രിയേറ്റഡും ഇറ്റേണലുമാണ്, അതായത് സൃഷ്ടി അല്ലാത്തതും നിത്യമായതുമാണ് കലിമത്തുള്ള. ഞാനൊരു കോട്ട് വായിക്കാം. അദ്ദേഹത്തിന്റെ കോട്ട് ഇങ്ങനെയാണ്: ദ ഖുറാൻ ഈസ് ദ വേർഡ് ഓഫ് അള്ളാ, ഇറ്റ് ഈസ് നോട്ട് ക്രിയേറ്റഡ്. ഇനി ശ്രദ്ധിക്കുക, ഹൂ എവർ സേസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഈസ് എ ഡിസ്ബിലീവർ. ഓക്കെ, ഇത് അദ്ദേഹത്തിന്റെ കോട്ടാണ് ഞാനിപ്പോ വായിച്ചത്. വേറൊരു പാർട്ടി, ഇമാം അൽ ഷാഫി. ഓക്കെ, ഇതും ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെയാണ്, 820 സിയിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ കോട്ട് ഇങ്ങനെയാണ്: ഹൂ എവർ സേസ് ദ ഖുറാൻ ഈസ് ക്രിയേറ്റഡ് ബിക്കം എ ഡിസ്ബിലീവർ. അള്ളാഹുവിന്റെ വചനം സൃഷ്ടിയാണ് എന്ന് പറയുന്നവർ ഡിസ്ബിലീവർ ആണ്, അല്ലെങ്കിൽ അവൻ വിശ്വാസി അല്ല. ഇമാം മാലിക് ബിൻ അനസ്, അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: ദ ഖുറാൻ ഈസ് ദ സ്പീച്ച് ഓഫ് അള്ളാ ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ഹിം. അള്ളാഹുവിന്റെ വചനം അള്ളാഹുവിൽ നിന്നാണ്. ആൻഡ് വാട്ട് എവർ ഈസ് ഫ്രം അള്ളാ ഈസ് അൺക്രിയേറ്റഡ്. ഇവിടെ ഞാനൊരു ഖുറാന്റെ ആയത്തും കൂടെ ഞാൻ എന്തായാലും വായിക്കുന്നുണ്ട്, ഈ ഇമാം മാലിക് ബിൻ അനസ് പറഞ്ഞതിനോട് ചേർത്ത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും മൊത്തം കോട്ട് വായിക്കാം. ദ ഖുറാൻ ഈസ് ദ സ്പീച്ച് ഓഫ് അള്ളാ ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ഹിം ആൻഡ് വാട്ട് എവർ ഈസ് ഫ്രം അള്ളാ ഈസ് അൺക്രിയേറ്റഡ്. ഹൂ എവർ സേസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഈസ് ആൻ ഇന്നോവേറ്റർ. അവനൊരു പുതിയ വാദം വെക്കുകയായിരിക്കുമെന്ന്. ഓക്കെ, അള്ളാഹുവിന്റെ സ്പീച്ച് സൃഷ്ടിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ
അവൻ ഒരു പുതിയ വാദക്കാരനായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ ഹൈലൈറ്റിംഗ് പോയിന്റ് ഇതാണ്, അള്ളാഹുവിൽ നിന്ന് പുറപ്പെടുന്നത് എന്തോ അത് നിത്യമായിരിക്കും, അല്ലെങ്കിൽ ഇറ്റേണൽ ആയിരിക്കും, അൺക്രിയേറ്റഡ് ആയിരിക്കും. ഇനി അള്ളാഹുവിൽ നിന്ന് പുറപ്പെട്ടതാണ് ഈസ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. അപ്പൊ അള്ളാഹ് ഇതെന്താണ് ഇവിടെ പറയുന്നത്? ആൻഡ് വാട്ട് എവർ ഈസ് ഫ്രം അള്ളാഹ്. ഓക്കെ, വാട്ട് എവർ ഈസ് ഫ്രം അള്ളാഹ് ഈസ് അൺക്രിയേറ്റഡ്. അള്ളാഹുവിൽ നിന്ന് പുറപ്പെട്ടത് അൺക്രിയേറ്റഡ് ആയിരിക്കും, അത് ക്രിയേറ്റഡ് ആയിരിക്കത്തില്ല. ഇനി ഈസ എവിടെ നിന്നാണ് പുറപ്പെട്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് മുസ്ലിങ്ങൾ ചിന്തിച്ചാൽ മതി ഈസ ക്രിയേറ്റഡ് ആണോ അൺക്രിയേറ്റഡ് ആണോ എന്നുള്ളത്. ഓക്കെ, മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. സൂറ 3:45. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് പറഞ്ഞപ്പോ നമ്മുടെ ലത്തീഫും ടീമും ഒന്നും ഇത് തൊടുന്നതേ ഇല്ല. ഞാൻ എന്തുകൊണ്ടാണ് ഈ 3:45 എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുസ്ലിം സ്കോളേഴ്സിനെ വായിച്ചിട്ടുണ്ട്, ഞാൻ അവരെ കുറിച്ച് ചെറിയൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ പറയുന്നത്. കേൾക്കുക. മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. മറിയമേ, തീർച്ചയായും അള്ളാഹു നിനക്ക് അവന്റെ പക്കൽ നിന്നുള്ള ഒരു വചനത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു. എവിടെ നിന്നുള്ള വചനം? ഒന്നുകൂടെ പറഞ്ഞേ. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു വചനത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു. അവന്റെ പേർ, ആരുടെ പേർ? അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വചനത്തിന്റെ പേർ മറിയമിന്റെ മകൻ മസീഹ് ഈസ എന്നാകുന്നു. ഇമാം മാലിക് ബിൻ അനസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അള്ളാഹുവിങ്കൽ നിന്ന് പുറപ്പെട്ടത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വന്നതെല്ലാം അൺക്രിയേറ്റഡ് ആയിരിക്കും. ഇനി ഞാന് ഇതൊന്ന് ജസ്റ്റ്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിക്കണം. കാരണം വെച്ചാൽ ആ സെന്റൻസിന്റെ സ്ട്രക്ചർ, ഇമാം മാലിക് അനസിന്റെ ആ കോട്ട് ഞാൻ വായിച്ചത് ഇംഗ്ലീഷിലായതുകൊണ്ട് ഇംഗ്ലീഷിൽ ഖുറാനിൽ ഇത് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇംഗ്ലീഷിലും കൂടി ഒന്ന് വായിക്കുന്നു. സൂറ 3:45 തന്നെ. ഇതിങ്ങനെയാണ്. റിമെമ്പർ എന്നുള്ളത് ബ്രാക്കറ്റിലാണ്. ഓക്കെ. വെൻ ദ ഏഞ്ചൽ സെഡ്, ഓ മറിയം, verily Allah gives you the glad tidings of a word from him. ഇത് ശ്രദ്ധിക്കുക. Allah gives you the glad tidings of a word from Allah. A word from Allah. Okay. ഇനി ഇമാം മാലിക്കിന്റെ കോട്ട് ശ്രദ്ധിക്കുക. ഖുറാൻ ഈസ് ദ സ്പീച്ച് ഓഫ് അള്ളാ ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ഹിം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് വാട്ട് എവർ ഈസ് ഫ്രം അള്ളാ ഈസ് അൺക്രിയേറ്റഡ്. ഈസയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അള്ളാ ഗിവ്സ് യു എ വേർഡ് ഫ്രം അള്ളാ. ഇബ്ൻ മാലിക് എന്ന് പറയുന്നു അള്ളാഹുവിങ്കൽ നിന്നുള്ളതെല്ലാം അൺക്രിയേറ്റഡ് ആണ്. എന്നിട്ട് മറിയത്തോട് അള്ളാഹു പറയാണ് ഈസ അള്ളാഹുവിൽ നിന്നുള്ള വചനമാണെന്ന്. എങ്ങനെയുണ്ട്? ഓക്കെ, എന്തായാലും ഞാൻ ഇപ്പൊ 3 മുസ്ലിം പണ്ഡിതരെയാണ് കോട്ട് ചെയ്തത്. അതിനകത്ത് ഈ പണ്ഡിതന്റെ മാത്രം ഞാൻ ഖുറാനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് വായിച്ചതേ ഉള്ളൂ. സമയം ഒത്തിരി ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമാം മാലിക് ഇബ്ൻ അനസിന്റെ ഈ കോട്ട് അത് ഞാൻ ഒരു പ്രാവശ്യം വായിച്ചു അടുത്ത ഇതിനകത്തോട്ട് പോകുന്നു. ദ ഖുറാൻ ഈസ് ദ സ്പീച്ച് ഓഫ് അള്ളാ ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ഹിം ആൻഡ് വാട്ട് എവർ ഈസ് ഫ്രം അള്ളാ ഈസ് അൺക്രിയേറ്റഡ്. whoever says it is created is an innovator. ഓക്കെ, അടുത്തത് ഇമാം അബു ഹനീഫ. ഹനീഫ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഖുറാൻ ഈസ് ദ വേർഡ് ഓഫ് അള്ളാ, written in books, preserved in hearts, recited in tongues, and revealed to the prophet. Our uttering of the Quran is created, but the Quran itself is uncreated. Okay. ഇച്ചിരിയോടെ വിശദീകരിച്ച് അത് കൊടുത്തേക്കാണ്. നമ്മളത് റിസൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റിസൈറ്റേഷൻ ക്രിയേഷൻ ആണ്, ബട്ട് ദ ഖുറാൻ ഇറ്റ്സെൽഫ് ഈസ് അൺക്രിയേറ്റഡ്. ഇനി ഇമാം അൽ തഹാവി, അദ്ദേഹത്തിന്റെ കോട്ട് ഇങ്ങനെയാണ്: ദ ഖുറാൻ ഈസ് ദ വേർഡ് ഓഫ് അള്ളാ
It came from him. ഈ വേർഡും അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. It came from him without mortality and will return to him. ഇവിടെ ഞാൻ ഒന്ന് സ്ട്രെസ് ചെയ്യാണ്. It is not created like the speech of creatures. ഇത് മറ്റുള്ള ക്രിയേച്ചേഴ്സിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇറ്റ് ഈസ് നോട്ട് ക്രിയേറ്റഡ്. ഓക്കെ, ഇതിനകത്ത് ഒന്ന് അദ്ദേഹം ആഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അള്ളാഹുവിൽ നിന്ന് വരികയും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുകയും ചെയ്ത വചനമാണ്. ഇറ്റ് കെയിം ഫ്രം ഹിം വിത്തൗട്ട് മോഡലിറ്റി ആൻഡ് വിൽ റിട്ടേൺ ടു ഹിം. എന്നിട്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഓക്കെ, ഈസയെ കുറിച്ച് പറഞ്ഞ കാര്യം, ഈസ അള്ളാഹുവിന്റെ വചനമാണ്. ഒന്ന്. രണ്ട്, ഈസ അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. മൂന്ന്, ഈസ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചുപോയി എന്ന് ഖുർആൻ പറയുകയും ചെയ്യുന്നു. വേറെ ആരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല. അള്ളാഹുവിൽ നിന്ന് വന്ന അള്ളാഹുവിന്റെ വചനമായ ഈസ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചുപോയി എന്ന് പറയുകയും ചെയ്തു. ഇമാം അൽ തഹായിയുടെ കോട്ടാണ് ഇപ്പൊ ഞാൻ വായിച്ചത്. അടുത്തത് 6. ഓക്കെ, ഇത് ഇമാം അൽ അഷാരി. ഓക്കെ, അദ്ദേഹത്തിന്റെ വാദം ഇതാണ്. ഞാൻ കോട്ട് മാത്രമേ വായിക്കുന്നുള്ളൂ, വേറെ ഡീറ്റെയിൽ ഒന്നും ഇനി പറയുന്നില്ല. വി സേ ദ ഖുറാൻ ഈസ് ദ സ്പീച്ച് ഓഫ് അള്ളാഹ് അൺക്രിയേറ്റഡ്. ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ ടു സേ ദാറ്റ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. അള്ളാഹുവിന്റെ വചനം ക്രിയേറ്റഡ് ആണ് എന്ന് പറയാനുള്ള പെർമിഷൻ പോലും ഇല്ല. അള്ളാഹുവിന്റെ വചനം ക്രിയേറ്റഡ് ആണ് എന്ന് പറയാനുള്ള പെർമിഷൻ പോലും ഇല്ല. ഒരാളെ കൂടെ വായിച്ചു ഞാൻ ക്ലോസ് ചെയ്യാം. അതിതാണ് ലലാക്കായ്. അൽ ലലാക്കായ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 11-ാം നൂറ്റാണ്ടില് അല്ലെങ്കിൽ 1027 AD ആ സമയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഹൂഎവർ സേസ് ദ ഖുറാൻ ഈസ് ക്രിയേറ്റഡ് ഈസ് എ ഡിസ്ബിലീവർ. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വചനം ക്രിയേറ്റഡ് ആണ് എന്ന് വിശ്വസിക്കുന്നവൻ വിശ്വാസി അല്ല എന്ന്. എനിവേ, എനിക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയേണ്ട, ഞാൻ എടുത്തു കാണിക്കാൻ ആഗ്രഹിച്ച ഒരു മുസ്ലിം സ്കോളർ എന്ന് പറഞ്ഞാൽ മാലിക് ബിൻ അനസ് ആയിരുന്നു. ന്യൂക്ലിയർ പ്രസന്റ് ചെയ്തിരുന്ന കാര്യത്തോട് അതാണ് ഞാൻ ഒന്ന് പ്രൈമറിലി ആഡ് ചെയ്യാൻ ആഗ്രഹിച്ചത്. മറ്റുള്ളവരെയൊക്കെ ജസ്റ്റ് ഒന്ന് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ബാക്ക് ടു ഇതിലേക്ക് ഇപ്പൊ കൂടുതൽ റെഫറൻസ് വന്നു, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇവർക്ക് ഇവിടെ നമ്മൾ മുകളിൽ പിൻ ചെയ്തും കൊടുത്തിട്ടുണ്ട് റെഫറൻസ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ റെഫറൻസ് ഒന്ന് വായിച്ചോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇനി ഞാൻ പറയാൻ പോണ ഇഷ്യൂ നിങ്ങൾ കേൾക്കണം. ഇപ്പം നമ്മുടെ ഫിഗിലോട്ട് വരാം. ഫിഗ് എന്താ പറയാൻ പോണേന്ന് നോക്കിക്കോട്ടോ. ഇപ്പോൾ ഇത്രയും പറഞ്ഞല്ലോ, ഖുറാൻ ഇവിടേക്ക് ഇപ്പോൾ കുറേ റെഫറൻസ് വായിച്ചു, മുകളിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഖുറാൻ അൺക്രിയേറ്റഡ് ആണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് ഇവരോട് പറഞ്ഞേക്കുന്നത്. മുസ്ലിങ്ങൾ ഇതേ പറയണേ കേട്ടോ. നമ്പർ 1, ഫിഗ് ഓൺ ദ സ്റ്റേജ്. ഇതേ കേട്ടോ, അത് ദൈവം തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പൊ ഖുറാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുറാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഓക്കെ, ഖുറാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നാണ് മിസ്റ്റർ ഫിഗ് അവകാശപ്പെട്ടിരിക്കുന്നത്. കേട്ടല്ലോ, ഖുറാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ദേ കേട്ടോ, ഒന്നുകൂടി കേട്ടോ, അത് ദൈവം തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പൊ ഖുറാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുറാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഒരു മിനിറ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാവോ? ഖുറാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. എന്നിട്ട് ഈ പണ്ഡിതൻ പറയുന്നത് ഹൂഎവർ സേസ് ദ ഖുറാൻ ഈസ് ക്രിയേറ്റഡ് ഈസ് എ ഡിസ്ബിലീവർ. എങ്ങനെയുണ്ട്? അതാണ് ക്രിസ്ത്യൻ തിയോളജിയാണല്ലോ പറയുന്നത് ഇപ്പോ. അപ്പോ ഖുറാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഇനി തീർന്നില്ല. ഇനി ഫിഗിന്റെ മെക്കറ്റേക്ക് മാത്രം കയറരുത്. ഇനി നമ്മൾ അടുത്തതായി നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ സ്വന്തം മുനീർക്കയാണ്. ജയ് മുനീർക്ക. മുനീർക്ക മുത്താണ്. സൃഷ്ടിയാവുന്ന എങ്ങനെയാണ്? അള്ളാഹുവിന്റെ വചനം എന്നുള്ള ടൈറ്റിൽ ഇല്ലേ ഈസാ നബിക്ക്? വചനം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിന്റെ വചനം സൃഷ്ടിയാണെങ്കിൽ ഖുറാൻ സൃഷ്ടിയാണോ? ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. കലാം സൃഷ്ടിയാണ്. കലാം എന്ന് പറഞ്ഞാൽ എന്താണ്? കലാം പറഞ്ഞാൽ കലാം എന്ന് പറഞ്ഞ മലയാളം എന്താണ്? കലാം പറഞ്ഞാൽ വചനം സൃഷ്ടിയാണ്. അള്ളാഹുവിന്റെ വചനം സൃഷ്ടിയാണ്. അതെ. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്തുകളിൽ ഒന്നാണ് അള്ളാഹുവിന്റെ ഈ സംസാരം ഉണ്ടായി.
അള്ളാഹുവിന്റെ വചനം സൃഷ്ടിയാണെന്ന് നമ്പർ 2 പറഞ്ഞത് നമ്മുടെ എല്ലാമായ മുനീർക്കയാണ്. മുനീർക്ക ഇത് കേട്ടപ്പോഴേക്കും മുനീർക്ക് ഓടിക്കളഞ്ഞു. മുനീർക്കനെ പേടിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിവേ, അപ്പോൾ എല്ലാവരും നമ്മുടെ താഴേക്കുന്ന സഹോദരന്മാരെ എല്ലാവരും കേട്ടോ. ഫിഗ് പറഞ്ഞു ഖുർആൻ സൃഷ്ടിയാണ്, മുനീർ പറഞ്ഞു അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ സൃഷ്ടിയാണ്. ഇനി കൂടുതൽ ക്ലിയർ ആക്കാൻ കഴിവ്. ഇനി നമ്മുടെ അബ്ദുൽ റഷീദ് താജുദ്ദീൻ ഇസ്ലാമിക് അക്കാഡമിയിലെ 2nd വൈസ് ചാൻസലറിലേക്ക് നമുക്ക് പോവാം. അള്ളാഹുവിന്റെ വചനം അള്ളാഹുവിനോട് സംസാരിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഹദീസിലുണ്ട്. അള്ളാഹുവിന്റെ വചനം അള്ളാഹുവിനോട് സംസാരിക്കും. യെസ്, അള്ളാഹുവിന്റെ വചനമായ ഖുർആൻ അള്ളാഹുവിനോട് സംസാരിക്കുന്നു. ഖുർആൻ അള്ളാഹുവിന്റെ വചനം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഏത് ഖുർആൻ ഇത്രയും നാൾ ഇത്രയും നാളെ എവിടെ പോയാലും ഒരു ഒറ്റ ഖുർആനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഏത് ഖുർആനെ കുറിച്ചാണ് നീ പറയണത്? ഇത് നോക്കി ഒന്നിട്ട് കേട്ടോ. ഏത് ഖുർആൻ? ഖുർആൻ എത്ര ഖുർആനുണ്ട്? റഷീദക്ക് എത്ര ഖുർആൻ അറിയാം? എന്റെ കയ്യിൽ അള്ളാഹുവിന്റെ സൃഷ്ടിയായ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഖുർആൻ എന്റെ കയ്യിലുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഖുർആൻ കേട്ടോ. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ? സൃഷ്ടിയായെന്ന് പറഞ്ഞാൽ നമ്മള് അതിന്റെ അകത്തുനിന്ന് ഖുർആൻ അപ്പൊ സൃഷ്ടിയാണോ? ഖുർആൻ എന്താണ്, മുസാഫ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാവും. ഞാൻ മുസാഫ് എന്താണെന്നൊന്നും ചോദിച്ചില്ല. ഒരു പ്രിന്റഡ് ബുക്ക് സൃഷ്ടിയാണോ അല്ലേന്ന് ചോദിക്കാനുള്ള വിവരമൊക്കെ എനിക്കുണ്ട്. അത് 1ാം ക്ലാസ്സിലെ പിള്ളേർക്ക് വല്ലതും പഠിപ്പിച്ചു കൊടുത്താൽ മതി. മനസ്സിലായോ? പ്രിന്റഡ് ബുക്കിനെ കുറിച്ചാണോ ഇവിടെ ചോദിക്കുന്നത്? മുസഫിനെ കുറിച്ചാണോ? അള്ളാഹുവിന്റെ കലാമായ അള്ളാഹുവിന്റെ വചനമായ ഖുർആൻ സൃഷ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മുസഫിനെ കുറിച്ച് ഇവിടെ ആര് സംസാരിക്കും? മുസഫ് ഈ ആടിന്റെ തോലെ എഴുതിയത് സൃഷ്ടിയാണോ അല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കില്ലേ? ശേ, അല്ല, ഖുർആൻ ഇപ്പൊ സൃഷ്ടിയാണെന്നാണ് പറഞ്ഞത്. ഇത് മുത്തസലീറ്റ്സിന്റെ ഇതാണ് എന്റെ അറിവിൽ. ഞാൻ അറബിയൊന്നും അല്ലല്ലോ, തെറ്റിപ്പോവും. ഇറ്റ്സ് ഓക്കെ. ഞാൻ പറയണത് ഞാനങ്ങനെ അറബിക് വേർഡ് പറഞ്ഞത് പുള്ളി എന്നെ കറക്റ്റാക്കി തിരുത്തി. പക്ഷെ അവരുടെ വാദം എന്താണെന്നൊന്നും പുള്ളിക്ക് അറിയാൻ പാടില്ല. ആ പേരറിയാം, അവരെന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തതെന്നൊന്നും അറിയാൻ പാടില്ല. അബ്ദുൾ റഷീദ് എന്താ പറഞ്ഞേക്കണേ? ഏത് ഖുർആൻ? ഏത് അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ സൃഷ്ടിയാണ്. മുസഫിനെ കുറിച്ചാണോ ചോദിച്ചത്? അല്ല. പ്രിന്റ് ചെയ്ത ഖുർആൻ സൃഷ്ടിയാണോ എന്ന് ചോദിക്കാനായിട്ട് നമുക്കത് തലക്കോളം ഓളം ഉണ്ടോ? അപ്പൊ ഇവന്മാർ അതിലോട്ട് കൊണ്ടുപോകും. കാരണം എന്താണെന്നറിയാമോ? ഇതിന് ഉത്തരം പറഞ്ഞാൽ പെടും. ഇനി നമ്മുടെ നവാസ് ഹംസ, ഓംദാസ് അബ്ദുള്ള, നബീൽ മൊയ്തീൻ ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണം ഇപ്പം 3 പേര് പറഞ്ഞു കേട്ടില്ലേ? ആരൊക്കെ? ഫിഗ് പറയുന്നു ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയുന്നു, അബ്ദുൽ പറയുന്നു ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയുന്നു, മുനീർ പറയുന്നു. ഇനി നമ്മുടെ ഓംദാസ് പറയണമെന്ന് കേട്ടോ. അവിടെ വിഷയം മാറി. അവിടെ അമേരിക്ക പിന്നെ ആ ചോദ്യത്തിന് ശ്രദ്ധിച്ച് കേൾക്കുക ആരിസെ. ആ ചോദ്യം ചോദിച്ചാൽ അവനോട് പറയാൻ ഏറ്റവും സേഫസ്റ്റ് അതിന് ഇത് ഈ പറഞ്ഞ ചോദ്യം എന്റെ പൂർവികരായ ഇമാമിങ്ങളും ഇതേ ചോദ്യം നേരിട്ടിട്ടുണ്ട്. അവരെന്ത് എന്ത് മറുപടി പറഞ്ഞോ ആ മറുപടിയെ കുറിച്ച് കൃത്യമായിട്ട് മാത്തുക്കുട്ടിക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞിരണോ? എന്റെ കൂടെ പോര്, ഞാൻ സാബിത്തിന് വേണ്ടി പറഞ്ഞുതരാം. അത് പറയാൻ എന്താ ബുദ്ധിമുട്ട്? ഇതല്ല ആയത്തെ ഓടി ഒന്ന് കേൾപ്പിട്ടോ. ഇത് കേട്ടിട്ട് അത് കേൾക്കാം. സൂക്ഷ്മതയോടുകൂടി മറുപടി പറയണം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം, ഒരു കുഴപ്പമില്ല. ഇനി അവൻ ചോദിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തെ കൃത്യമായി ലാസ്റ്റ് പറഞ്ഞത് ഖുർആൻ സൃഷ്ടിയാണോ എന്നോട് ചോദിച്ചു. ഞാൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? വിശദീകരിച്ച് പറയോ? 100 ഖുർആൻ സൃഷ്ടിയാണെന്ന് അവരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? 100% തെറ്റാണെന്ന് പറഞ്ഞ നബിലി. ഇപ്പൊ ബാക്കി കൂടി കേൾപ്പിക്കാട്ടോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ആരെയൊക്കെ കേൾപ്പിച്ചു? ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയുന്ന നമ്പർ 1 ഫീഖ്, നമ്പർ 2 അബ്ദുൾ റഷീദ്, നമ്പർ 3 മുനീർ, നമ്പർ 4 ഹാരിസ്. ഇനിയുണ്ട്, തീർന്നിട്ടില്ല. തെറ്റാണ്. അത് ഇന്ററപ്ഷൻ ഇല്ലാതെ പ്ലേ ചെയ്യാം. 100% അള്ളാഹുവിന്റെ കലാമാണ്. കുഴപ്പമില്ല. ഇനി അവൻ ചോദിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തെ കൃത്യമായി ലാസ്റ്റ് പറഞ്ഞത് ഖുർആൻ സൃഷ്ടിയാണോ എന്നോട് ചോദിച്ചു. ഞാൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? വിശദീകരിച്ച് പറയോ? 100% തെറ്റാണ്. അതെങ്ങനെ? ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ വചനമാണ്. നീ ആ ചോദ്യം ചോദിച്ചാൽ അവനോട് ചോദിക്കാം, നീ ഇന്ന് നമ്മുടെ വീട്ടിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പുസ്തകത്തെ കുറിച്ചാണോ പറയുന്നത്, അതോ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ? നമ്മൾ ഖുർആൻ സാധാരണ അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചാണ്. അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്ത വേദഗ്രന്ഥത്തിന്റെ പേര്. ആയത്തുകൾക്ക് പറയുന്ന അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പറയുന്ന വിശുദ്ധ ഖുർആൻ. നീ അതിനെയാണോ ചോദിച്ചത്, അതോ നമ്മുടെ വീട്ടിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പുസ്തക രൂപത്തിൽ അച്ചടി കേന്ദ്രത്തിൽ നിന്ന് അച്ചടിച്ച് നമ്മുടെ കയ്യിൽ വരുന്ന ഖുർആൻ അതിനെക്കുറിച്ച്?
അതാണ് ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് ആദ്യം അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ഇമ്പോർട്ടന്റ് പോയിന്റ്. ചോദ്യകർത്താവ് ചോദിക്കുന്ന ലക്ഷ്യം എന്താണ്? നമ്മൾ കോടതി പറയാറുണ്ടല്ലോ, ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. നീ നിന്റെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ കേസായി, കോടതിയിലെത്തി. ഭർത്താവിനോട് ചോദിക്കുക, നീ നിന്റെ ഭാര്യയെ എപ്പോഴും തല്ലാറുണ്ടോ? അവൻ അതേന്ന് പറഞ്ഞാലും കുടുങ്ങും, അല്ല എന്ന് പറഞ്ഞാലും കുടുങ്ങും. എപ്പോഴും തല്ലാറുണ്ട് അതേ പറഞ്ഞാൽ കോടതി കേസാണ്. ഇത് ഇത്ര ഉള്ളൂ. ഇത് നബീൽ മൊയ്തീൻ പറഞ്ഞ ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞാലും കുടുങ്ങും, സൃഷ്ടി അല്ല എന്ന് പറഞ്ഞാലും കുടുങ്ങും. ഇതാണ് നബീൽ മൊയ്തീൻ അവിടെ പറയണത്. മനസ്സിലായോ? എക്യുവിന് കാര്യം മനസ്സിലായോ? അതെ. ഇതാണ് ഇന്നലെ ന്യൂക്ലിയറിന് ഓർക്കുന്നുണ്ടോ? അതായത് ലത്തീഫിനോട് ന്യൂക്ലിയർ ഒരു ചോദ്യം ചോദിച്ചു, ഓക്കെ, ഖുർആൻ സൃഷ്ടിയാണോന്ന്. പുള്ളി എന്താ പറഞ്ഞേ? അതിന് എക്യുപ്പ് ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്ന്. അതായത് കാരണം വെച്ച് കഴിഞ്ഞാൽ ലത്തീഫ് ആ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇത് രണ്ടായിട്ട് പറഞ്ഞു. അതായത് മുസഫ് അല്ലെങ്കിൽ മനുഷ്യരുടെ കൈകളിൽ ഇരിക്കുന്ന പ്രിന്റഡ് ഖുറാൻ അത് നശിച്ചു പോകുന്നതാണ്, അത് പഴക്കം ചെല്ലും, അത് കീറിപ്പോകും, വെള്ളത്തിൽ നനഞ്ഞു പോകും, അത് നശിച്ചു പോകും. എന്നാൽ ഖുറാൻ അൺക്രിയേറ്റഡ് ആണ് എന്നാണ് മുസ്ലിങ്ങളുടെ വാദം. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ അവര് പറഞ്ഞു ഓക്കേ. ഏത് നമ്മുടെ അൻഷാദും ഇവരൊക്കെ ഇത് പറഞ്ഞു. എന്നാൽ ഈ കാര്യം പ്ലെയിൻ ആയിട്ട് ന്യൂക്ലിയർ ചോദിച്ചു. ഇതൊന്നും ന്യൂക്ലിയർ ചിലപ്പോ കേട്ട് കാണത്തില്ലായിരിക്കും, ഇയോന്റെ റൂമിലാ. അപ്പോ ഇത് ന്യൂക്ലിയർ കേട്ടായിരുന്നോ? ഞാനും കേട്ടു. ഞാൻ കേട്ടു. അന്നേരം അദ്ദേഹം പറയുന്നത് അത് എക്യുപ്പ് അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്ന്. എങ്ങനെയുണ്ട്? ഉണ്ട്. കാരണം എന്താണ് നബീൽ പറഞ്ഞത്? ഇത് നീ എപ്പോഴും നിന്റെ ഭാര്യയെ തല്ലാറുണ്ടോ? ആണെന്ന് പറഞ്ഞാലും കുടുങ്ങും, അല്ലെന്ന് പറഞ്ഞാലും കുടുങ്ങും എന്ന് വെച്ചാൽ നബീൽ പറയണത് ഇതിന് നീ എന്ത് ഉത്തരം പറഞ്ഞാലും നീ കൊടുക്കും. ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞാലും നീ കൊടുക്കും, സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാലും കൊടുക്കും. ഇനി ഈ പാവം ഹാരിസ് നബീൽ മൊയ്തീനോട് ചോദിക്കുന്നുണ്ട്, നബീലിക്ക് ഇത് എങ്ങനെ ഞാൻ ഉത്തരം പറയണം? അത് നീ പോയി സാബിത്തിനോട് ചോദിക്കാൻ. മനസ്സിലായോ? ഇത് കേട്ടാലേ ഇത് അവിടെ വിഷയം മാറി. അവിടെ അമേരിക്ക പിന്നെ ആ ചോദ്യത്തിന് ശ്രദ്ധിച്ചു കേൾക്കുക ഹാരിസേ. ആ ചോദ്യം ചോദിച്ചാൽ അവനോട് പറയാൻ ഏറ്റവും സേഫസ്റ്റ് അതിന് ഈ പറഞ്ഞ ചോദ്യം എന്റെ പൂർവികരായ ഇമാമിങ്ങളും ഇതേ ചോദ്യം നേരിട്ടിട്ടുണ്ട്. അവരെന്ത് എന്ത് മറുപടി പറഞ്ഞോ ആ മറുപടിയെ കുറിച്ച് കൃത്യമായിട്ട് മാത്തുക്കുട്ടിക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞിരണോ, എന്റെ കൂടെ പോര്, ഞാൻ സാബിത്തിന്റെ മുന്നിൽ പറഞ്ഞുതരാം. അത് പറയാൻ എന്താ ബുദ്ധിമുട്ട്? ഇവിടെ എക്യുപ്പ് ന്യൂക്ലിയർ ഒക്കെ പറഞ്ഞ എന്താ ഇവിടെ വന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോര്, നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ക്രിസംഗികൾക്ക് ഈ കാര്യത്തിലുള്ള മൂള പോലും നമ്മുടെ കാക്കമാർക്കില്ലല്ലോ. അവരുടെ റൂമിലോട്ട് വിളിക്കുന്ന എന്തിനാ? തെറി പറയാൻ വേണ്ടിയിട്ടാണ്. അൽകുമാർ അയ്യപ്പന്റെ റൂമിലോട്ട് പോരെ, സെബാസ്റ്റ്യന്റെ റൂമിലോട്ട് പോരെ വിളിക്കുന്ന എന്തിനാ? അത് തെറി പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തെറി പറയില്ലല്ലോ, നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാലോ. നമുക്ക് അത് പറയാനുള്ള ധാരണ ഇല്ലാത്ത, നമുക്ക് ആ പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ മറുപടി പറയണം നിർബന്ധിക്കണം. എന്തിനാ ഇത് ഈ ഞാനാ പറഞ്ഞ അവിടെ തെറ്റിപ്പോയി നിങ്ങൾ പറയുന്നു. ഞാൻ അവിടെ പറഞ്ഞ മറുപടി തെറ്റ്, അതായത് സൃഷ്ടി എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ശരിയായ രീതിയിൽ അതെ നിങ്ങൾ തെറ്റെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് അൽഹംദുലില്ലാഹ് ശരിയാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ രീതി തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി തരുമോ? ഇനി കേട്ടോട്ടോ. മനസ്സിലാക്കിയത് കൃത്യമായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയെങ്കിൽ അവിടെ ഉത്തരം പറയരുത്. അതെ, ഇനി നിങ്ങൾ പറഞ്ഞാല് ഇനി മറ്റുള്ളവർക്ക് സംസാരിക്കുമ്പോ നിങ്ങൾ അത് പറ്റൂല. അത് ഹാരിസിനെ മനസ്സിലാക്കാൻ നിലയിൽ പറഞ്ഞുതരാൻ സാബിത്ത് വൈകിയേ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അൺക്രിയേറ്റഡ് ഖുർആനെ കുറിച്ച് ഇത് കേട്ടോട്ടെ. എനിക്ക് കേട്ടോ, ഹാരിസിന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ സാബിത്തിനെ പറ്റുള്ളൂ. എനിക്കറിയാൻ പാടില്ല എങ്ങനെ പറഞ്ഞു തരണ്ടേ എന്നുള്ള നബീൽ പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് കേട്ടോ. കാരണം ഇതിനു മുമ്പ് ഓമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും ഹാരിസിന് മനസ്സിലായിട്ടില്ല. അവസാനം സാബിത്തുമായി പറഞ്ഞപ്പോഴാണ് ഹാരിസിന് മനസ്സിലായത്. അതുപോലെ ഹാരിസിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരാൻ സാബിത്ത് വായിക്കേ പറ്റുള്ളൂ. സാബിത്ത് ഇവിടെ ചോദിച്ചോ? ഇല്ല, ഓമിന്റെ കാര്യത്തിൽ സാബിത്തുകൾക്ക് ശരിയാക്കി തരാൻ പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ അങ്ങനെയാണ് ഞാൻ പിന്നെ ഖുർആൻ സൃഷ്ടിയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഹാരിസിന് ഇങ്ങനെ മനസ്സിലാവും. ഒരാൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള ദീനിന്റെ വിഷയത്തിൽ കാര്യം പറഞ്ഞാൽ അത് കോംപ്രഹെൻഡ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ അയാളോട് ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? കോംപ്രഹെൻഡ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു അദ്ദേഹത്തിന്റെ വിശ്വാസം വേറെ അറിവ് വേറെ, വിശ്വാസം വേറെ അറിവ് വേറെ, വിശ്വാസം വേറെ അറിവ് അല്ലല്ലല്ല. അറിവിലൂടെയാണ് വിശ്വാസം ദൃഢപ്പെടുക.
അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിയുക അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ. അലം, അറിവിനെ ആദ്യം മുന്തിപ്പിച്ചത്. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ്റെ വായിലെന്തോ കുടുങ്ങിന്ന് വേണം, ആലിനോന്നാ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. എനിവേ, ഇതെല്ലാവരും കേട്ടില്ലേ? എല്ലാവരും കേട്ടല്ലോ. ഇത് പറയുന്നത് ഇത് ഒരുത്തൻ ചെന്ന് പറഞ്ഞു, ഹാരിസ് എന്ന് പറഞ്ഞു, ഖുറാൻ സൃഷ്ടിയാണെന്ന് ഒരു ക്രിസ്ത്യാനിയുടെ അടുത്ത് ചോദിച്ചു. ഖുറാൻ സൃഷ്ടിയാണോ സൃഷ്ടാവാണെന്ന് ചോദിച്ചപ്പോൾ ഹാരിസ് എന്ത് ചെയ്തു? രക്ഷപ്പെടാൻ വേണ്ടി സൃഷ്ടിയാണെന്ന് അങ്ങോട്ട് പറഞ്ഞു. നബീൽ മൊയ്തീനും എക്യുപ്പായിട്ട് ഇപ്പോൾ റൂമിട്ട നവാസ് ഹംസയും വിളിച്ചുകൊണ്ട് കൗണ്ടർ പോയിന്റിൽ വന്നേക്കുക ഇവന് വേണ്ടി മാത്രം. എന്നിട്ട് സംസാരിക്കുക, ഖുറാൻ സൃഷ്ടിയാണെന്ന് നീ പറയരുത്, പറഞ്ഞാലും കൊടുക്കും പറഞ്ഞില്ലെങ്കിലും കൊടുക്കും. എന്നാൽ നബീലിക്കൊന്ന് പറഞ്ഞതാ ഇതെങ്ങനെ പറയണമെന്ന്. ഇവന്മാർ ചോദിക്കുമ്പോൾ ഞാൻ പെടയാണ്. അത് നീ പോയി സാബിത്തിനടുത്ത് ചോദിച്ചു നോക്കും. ഓമിൻ്റെ വിഷയം നീ സാബിത്ത് പറഞ്ഞപ്പോഴല്ലേ വിഷയം മനസ്സിലായത്? ഇല്ല, ഓമിൻ്റെ വിഷയം എനിക്ക് സാബിത്ത് പറഞ്ഞപ്പോഴും മനസ്സിലായിട്ടില്ല. മനസ്സിലായോ? ഇനി തീർന്നില്ല. ഇനി നമ്മുടെ എല്ലാമായ സാബിത്ത് ഉസ്താദ് കളത്തിലിറങ്ങുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ മുത്താസലീറ്റ്സ് ആണോ എന്നുള്ളത് നമ്മൾ ചുമ്മാ വയ്ക്കുന്ന വാദമല്ല, ഇവരുടെ ബേസിക് ആയിട്ടുള്ള ബിലീഫാണ് ഖുറാൻ സൃഷ്ടിയാണെന്നുള്ളത് കേട്ടോ. ഇത് മുത്താസലീസിനെ പലത് തല്ലിക്കൊന്ന ഈ കാര്യവും പറഞ്ഞുണ്ടാവും. എനിവേ, സാബിത്ത് ഉസ്താദ് ഇതിൻ്റെ അപകടം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കേട്ടോ. ജുനൈദിനി നമ്മളെ ഗമിക്കാൻ വേണ്ടി ചെയ്ത പണിയാണോ? ആരോ എന്തോ എവിടുന്നോ കിട്ടിയതാ. നമ്മൾ കാക്കമായ ആരോ പോയി എന്തോ പണിഞ്ഞവിടെ. അപ്പൊ ജെ സി ബി കയറി പണിയാമോ? ജെ സി പോയിട്ട് പണിഞ്ഞ് പിന്നെ മൊത്തം മാറിയതായിരിക്കും സാധ്യത. എന്റെ നിഗമനം അനുസരിച്ച് എങ്ങനെയാണ് പണി സാധ്യത കൂടുതൽ. ഈ സാധനം സംസാരിക്കാതെ ഇല്ല, പ്ലേ സ്പീഡ് ഈ സ്പീഡിലിട്ട് റെക്കോർഡ് ചെയ്തേക്കണം. എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ഈ സ്പീഡാണ്. പക്ഷേ ഈ ഒന്നാമത്തെ ജുനൈദിന്റെ സംസാരം ഈ പ്ലേ സ്പീഡ് കുറച്ചാലും കാര്യമൊന്നുമില്ല. സാബിത്ത് നിങ്ങൾ ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. ഈവൻ ദോ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കൂ. 1.5 ഇട്ടായിട്ട് റെക്കോർഡ് ചെയ്തേക്കണം. എനിവേ, നോക്ക്. ഗമിക്കാൻ വേണ്ടി ചെയ്ത പണിയാണോ? ആരോ എന്തോ എവിടുന്നോ കിട്ടിയതാ. നമ്മൾ കാക്കമായ ആരോ പോയി എന്തോ പണിഞ്ഞവിടെ. അപ്പൊ ജെ സി ബി കയറി പണിയാമോ? ജെ സി പോയിട്ട് പണിഞ്ഞ് പിന്നെ മൊത്തം മാറിയതായിരിക്കും സാധ്യത. എന്റെ നിഗമനം അനുസരിച്ച് എങ്ങനെയാണ് പണി സാധ്യത കൂടുതൽ. ഈ സാധനം സംസാരിക്കാതെ സാബിത്ത് എന്താ പറയണെന്ന് ഞാനൊന്നുകൂടി പറയാം. ഇത് ക്ലിയർ, ചിലപ്പോൾ സ്പീഡ് കൂടുതലാണെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റില്ലായിരിക്കും. ഇത് സംസാരിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ സംസാരിക്കരുത്, കയ്യിൽ നിന്ന് പോവും. ഇതാണ് പറഞ്ഞത്. ഇനി അടുത്ത് കേട്ടോ. ഏറ്റവും കൺഫ്യൂഷൻ വിഷയമാണ് മനസ്സിലാക്കണം. അത് വളരെ സിമ്പിൾ ആണെന്ന് വിചാരിക്കും. സിമ്പിൾ അല്ല, അതിന്റെ പറയുന്നത് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് തോന്നുന്നത് സിമ്പിൾ ആണ്. സിമ്പിൾ ഇല്ല, അത് ശരിക്കും ശ്രദ്ധിച്ച് നമ്മൾ ആ ചരിത്രം പഠിച്ചാൽ മതി. ഒരുപാട് ഇമാമുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന്റെ പേരിൽ. അപ്പൊ സിമ്പിൾ ആണോ? അല്ല, ഒരുപാട് ഇമാമുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന്റെ പേരിൽ. ഏത്? ഈ അള്ളാഹുവിന്റെ വചനം സൃഷ്ടിയാണോ സൃഷ്ടാവാണോ എന്ന പേരിൽ. ഇതാണ് ഈ കൊന്ന ആൾക്കാരെയും കൊല്ലപ്പെട്ട ആൾക്കാരൊക്കെയാണ് ഈ മുത്താസലീറ്റ്സ്. മനസ്സിലായോ? അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതിനു മുമ്പ് പറഞ്ഞു. ഇത് സിമ്പിൾ ആണെന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷെ അത് സിമ്പിൾ അല്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ തൗഹീദ് സിമ്പിൾ ആണെന്ന് പറയും. മനസ്സിലായോ? എക്കിപ്പേ ഇത് സിമ്പിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു ഞങ്ങളുടെ 10 സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ തൗഹീദ് പറയും, 10 സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ തൗഹീദ് പറയും എന്ന് പറയും. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരകുമാരും മിണ്ടില്ല. ഇനി ബാക്കി എനിക്ക് കേട്ടോ. പ്രശ്നം വരുന്നില്ല. ഇസ്ലാമിൽ ഉത്തരവുണ്ട്. പക്ഷേ ഈ യുവമാർക്ക് എന്തൊക്കെ ഓടിയിട്ടില്ല. ഒരു കാക്ക പറഞ്ഞതാ. അതാ അവിടെ വ്യക്തവാദം. മനസ്സിലായോ? അത് ഈ ചോദ്യത്തിൽ പ്രശ്നം കഴിഞ്ഞാൽ അതിന് ചരിത്രം ഉണ്ടെന്നില്ലേ? നമ്മുടെ ഇവിടെ പണ്ടിരുന്നല്ലോ, പണ്ടിരുന്നുണ്ട്. അദ്ദേഹം അത് എഡിറ്റാണ്. അദ്ദേഹം ഈ തപാസിയൊക്കെ അവർക്ക് സംഭവിക്കുന്നത്. അത് കേട്ട് മുസ്ലിം ലോകം ആദ്യം പഠിച്ചിട്ടുണ്ട് ആ വാദം. അപ്പോൾ ഇത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് ടു ഇതിലേക്ക് വരെയാണ്. സാബിത്ത് നമ്മുടെ അഹമ്മദ് ജുനൈദിൻ്റെ അടുത്ത് പറയുന്നതാണ്, ഖുറാൻ സൃഷ്ടിയാണോ സൃഷ്ടാവാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംസാരിക്കരുത്, അറിയാൻ പാടില്ലെങ്കിൽ ഇത് മിണ്ടരുത്. ഇതിൻ്റെ പേരിൽ ഒത്തിരി പേര് കൊല്ലപ്പെട്ടതാണ്. നിങ്ങൾ സിമ്പിളാണെന്ന് വിചാരിക്കും, പക്ഷേ ഇത് സിമ്പിളല്ല, കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. മനസ്സിലായോ? മനസ്സിലായോ മുസ്ലിങ്ങളെ? ട്രിനിറ്റി ചോദിക്കാനായിട്ട് എന്തൊരു ആവേശമായിരുന്നു നിങ്ങൾക്ക്. ഇപ്പോൾ ട്രിനിറ്റി ഒന്നും വേണ്ടേ? ഇപ്പം ഉണ്ടല്ലോ, ട്രിനിറ്റി എടുത്തുകൊണ്ട് വരുന്ന ആവേശത്തിൽ നിങ്ങൾ ഞങ്ങളുടെ ഫിഗെ കയറി വരും. ഫിഗെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫിഗിന് എന്തൊരു സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് പോകും. ട്രിനിറ്റി എടുക്കുന്നു. ട്രിനിറ്റി അല്ല, നബീൽ പറഞ്ഞു നമ്മൾ തെറി വിളിക്കുന്നവരാണ്. നബീലിന്റെ ആ നല്ല വർത്താനങ്ങൾ റെക്കോർഡ് ഉണ്ടെങ്കിൽ ഒന്ന് കേൾപ്പിക്കാമോ? അത് വിഷയം മാറി പോകുമ്പോട്ടെ. അതെ. അപ്പൊ നമ്മുടെ ഫിഗെ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. അള്ളാഹുവിന്റെ കലാമായ ഖുറാൻ സൃഷ്ടിയാണോ അല്ലെങ്കിൽ സൃഷ്ടിയല്ലേ? സൃഷ്ടിയല്ല എന്നുണ്ടെങ്കിൽ 2 സൃഷ്ടിക്കപ്പെടാത്ത സാധനങ്ങളിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം.
അള്ളാഹുവിൻ്റെ കലാമായ ഖുറാൻ അൺക്രിയേറ്റഡ് ആണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. വിത്ത് തെളിവടക്കം ബുക്കടക്കം ഞങ്ങൾ കോട്ട് ചെയ്തു. നിങ്ങൾ എത്ര സൃഷ്ടിക്കപ്പെടാത്ത സാധനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്? കാരണം ഖുറാൻ അള്ളാഹുവിനോട് സംസാരിക്കുന്നതായിട്ട് ഹദീസുണ്ട്, അള്ളാഹുവിൻ്റെ വചനം ജഡശരീരത്തിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഖുറാനിൽ നിന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാന്നേ. ഞങ്ങൾക്ക് അറിയേണ്ടത് മുസ്ലിങ്ങൾ മുത്താസലീറ്റ്സിൻ്റെ ഇവിടെ ക്ലബ് ഹൗസിലെ മുസ്ലിങ്ങൾ ഈ സുന്നികളും മുജാഹിദുകളും എന്ന് മുതലാണ് മുത്താസലികളുടെ വാദം കോട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ ഇനി ഈ നവാസ് എന്ന് പറഞ്ഞവൻ എടാ ഫിഗെ പറ്റുമെങ്കിൽ ഈ വോയിസ് ഒന്ന് നവാസിനൊന്ന് കേൾപ്പിച്ചോളൂ. ഈ നവാസ് എന്ന് പറഞ്ഞവനേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇവിടെ ക്ലബ് ഹൗസിൽ കംപ്ലീറ്റ് ആൾക്കാർ പറയുന്നത് മോഡലിസമാണ്, പിന്നെ വണ്ണസാണ്. ഇവരൊക്കെ ഈ വണ്ണസും മോഡലിസും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല ചേട്ടൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഞാൻ ട്രൈത്തീസോ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഞാൻ 3 ദൈവങ്ങളെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ക്രിസ്ത്യാനികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വണ്ണസും മോഡലിസും ഒക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് ട്രിനിറ്റി പണ്ഡിതനായിട്ട് നവാസ് നമ്മുടെ അടുത്ത് സംസാരിക്കുക. പുള്ളി എന്താ വിശ്വസിക്കണമെന്ന് അറിയാമോ? പുള്ളി അടുത്ത ഹെരസി ഏത് ട്രൈത്തീസം, 3 ദൈവങ്ങൾ, 3 സെപ്പറേറ്റ് ദൈവങ്ങളായിട്ടാണ് പുള്ളി വിശ്വസിച്ചുകൊണ്ടിരിക്കണേ. ആ ടീമാണ് നമ്മളെ ഒന്ന് പഠിപ്പിക്കണേ. എന്നാ മോനെ നവാസെ അല്പമെങ്കിലും മറ്റേ മുസ്ലിമാണ്, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിമാണ്, സർക്കംസിഷനൊക്കെ ചെയ്ത് അള്ളാഹു ദൈവമാണെന്നും മുഹമ്മദ് പ്രവാചകനാണെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കണ ഒരു മുസ്ലിം ആണെങ്കിൽ പറയൂ, അള്ളാഹു അൺക്രിയേറ്റഡ് ആണ്, ഖുറാൻ അൺക്രിയേറ്റഡ് ആണ്. മുസ്ലിങ്ങൾ എത്ര അൺക്രിയേറ്റഡിൽ വിശ്വസിക്കുന്നുണ്ട്? ഇത് രണ്ടും എങ്ങനെ ഒന്നാവും? നിങ്ങൾ പറയുന്നു അള്ളാഹു ഒരു ഒറ്റ ദൈവമാണെന്നാണ് പറയണേ. അള്ളാഹു ഒറ്റ ദൈവമാണ്. അള്ളാഹുവിന് 99 സിഫത്തുകൾ, അൺക്രിയേറ്റഡ് ആയിട്ടുള്ള സിഫത്തുകളുണ്ട്. ഈ സിഫത്തുകൾ ഒന്നും തന്നെ അള്ളാഹു അല്ല. ഈ സിഫത്തുകളും അള്ളാഹും കൂടി കൂടിച്ചേർന്നതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇനി അള്ളാഹു സർവശക്തനാണ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണെന്ന് നിങ്ങൾ പറയുന്നു. ആ സിഫത്ത് അതുപോലെ തന്നെ കരുണാമയൻ. അപ്പോൾ സർവശക്തൻ അള്ളാഹു ആണോ എന്ന് ചോദിച്ചാൽ പറയും അതേന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എനിക്ക് 99 അള്ളാഹു ഉണ്ടാന്ന് ചോദിച്ചാൽ പറയും അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയും. എനിക്ക് ഇതിനൊക്കെ ഉത്തരം വേണം. ഏതെങ്കിലും മുസ്ലിങ്ങൾ വരൂ. അബ്ദുൽ ലത്തീഫ് എവിടെ, നവാസ് എവിടെ, സലാമിക്ക കയറി വരൂ. ആരെങ്കിലും ഈ വിഷയത്തിലൊരു ഉത്തരം പറയൂ.